മുത്തശ്ശി, പ്രിയങ്ക ഇതുവരെ ഫോൺ സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ല. നമ്മൾ എന്തേ മുത്തശ്ശി? മണവാട്ടി അവരിപ്പോ തിരിച്ചറിയില്ലേ? ഏത് കാലക്കേടിനും ഒരു അവസാനം ഉണ്ടല്ലോ. അതെ, പ്രിയങ്ക മോള് പുടവ മാറി കൊടുത്തില്ലേ? അത് പുടവ മാറാൻ തുടങ്ങിയതേ ഉള്ളൂ. മോള് വാ. ഇങ്ങനെ മുഖപടം ഇടുന്ന രാജാരുണ്ടെന്ന് എന്താ നിങ്ങൾ നേരത്തെ പറയാതിരുന്നത്? അത് എല്ലാവർക്കും അറിവുണ്ടെന്ന് കരുതി. ആളുകളുടെ ചോദ്യം കേട്ട് മടുത്തു. എന്തായാലും ഇനിയിപ്പോ അത് മാറ്റാൻ നോക്ക്. താലികെട്ട് കഴിഞ്ഞപ്പോ മുതല് പെൺകുട്ടിയെ ഞങ്ങൾക്ക് വിട്ടുതരേണ്ടതാ. കേട്ടോ യശോദേ? ഞങ്ങള് പുടവ മാറ്റിച്ചോളാം. അതൊന്നും വേണ്ട. ഒരു 10 മിനിറ്റ്, അത് കഴിഞ്ഞ് മോളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ. ഊണ് കഴിഞ്ഞ ഉടനെ പുറപ്പെടണം. അവിടെ കണിമംഗലത്ത് കയറേണ്ട മുഹൂർത്തം കുറച്ച് നേരത്തെയാ. ആവാം. കൽപ്പനെ വാ. ഈശ്വര, എന്താ അമ്മയുടെ ഉദ്ദേശം? ഇനി എന്താ ഇവിടെ നടക്കാൻ പോകുന്നേ? പുടവ മാറ്റിയിട്ട് വീണ്ടും ഈ മുഖപട ഇടാനാണോ? അമ്മ ചോദിച്ചത് കേട്ടില്ലേ? വെറുതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. എന്നെ ഒന്ന് ആലോചിക്കാൻ സമ്മതിക്കേ. സർ ഒന്നും പറഞ്ഞില്ല. മോളെ പ്രിയങ്കേ, ചവിട്ടി കയറാൻ ഒരു ഉറച്ച ചുമലുണ്ടെങ്കിലേ നമുക്ക് എവിടെയും എത്താൻ പറ്റൂ. ആ കാര്യത്തിൽ പ്രിയങ്ക മോളിൽ അക്കിയാണ്. നിനക്ക് ചവിട്ടി കയറാൻ എന്റെ ചുമലുണ്ട്. സിനിമാ സാമ്രാജ്യത്തിലെ ഒരു മഹാറാണിയായി നിനക്ക് വിടസണ്ടേ? സർ, എനിക്ക് പോണം. പ്രിയങ്കയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ പ്രിയങ്കയുടെ ഭാഗത്തു നിന്നും നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ മോഹം ഉണ്ടെന്ന് കരുതി നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിച്ചിട്ട് എനിക്ക് ഒന്നും ആവണ്ട. എനിക്ക് പോണം. അങ്ങനെ പോവാതെ മോളെ. ഈ അടഞ്ഞ വാതിൽ എപ്പ തുറക്കണമെന്ന് നീയല്ല തീരുമാനിക്കുന്നത്, ഞാനാ. നിങ്ങളോട് വാതിൽ തുറക്കാനാ പറഞ്ഞത്. നീ ഇവിടുന്ന് പോയില്ല. ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ നീ ഇവിടുന്ന് ജീവനോടെ പോയില്ല. മാന്യമായ ഒരു സംരംഭമാണെന്ന് കരുതി ഞാൻ വന്നത്. നിങ്ങൾ ഈ കാണിക്കുന്ന കാര്യം പുറത്ത് ചെന്ന് നാട്ടുകാരോടും പോലീസുകാരോടും പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങളെ എല്ലാരും കൂടി വളഞ്ഞിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലും. ആരവിടുന്ന്? എവിടെയാ നീ പോകുന്നത്?
അവിടെ നിൽക്കാൻ. നീ അടങ്ങി നിൽക്കണേ. സാറേ എന്താ മാറിക്ക അങ്ങോട്ട് പ്രൊഡ്യൂസർ വരുന്നുണ്ടല്ലേ. നമസ്കാരം സാർ. സുധാ, കോശി സാറിന്റെ ലൊക്കേഷനിൽ എല്ലാം സേഫ് അല്ലേ? അതെ സാർ. ആ പിന്നെ പ്രിയനെ വിളിച്ചിരുന്നില്ലേ? ആ അഡ്വാൻസ് ഇന്ന് തന്നെ ഇട്ട് കൊടുത്തോളൂ. അഡ്വാൻസ് ഇട്ട് കഴിഞ്ഞു സാർ. ആ ഗുഡ് ജോബ്. താങ്ക് യു സാർ. താങ്ക് യു. വരും സാർ. ഇന്ന് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വിലമതിക്കുന്ന ഒരു പേരാണ് പ്രൊഡ്യൂസർ ശരത്. സാറിന്റെ ഈ സക്സസിന് പിന്നിൽ എന്താണെന്ന് പ്രേക്ഷകരോടൊന്ന് പറയുമോ? എന്റെ കഠിനാധ്വാനം, പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം. അതുകൊണ്ട് കിട്ടാനുള്ളത് കൃത്യമായി എനിക്ക് കിട്ടും. അയ്യോ, ഞാൻ എന്തായി കാണിച്ചേ? നീ കൂടെ അറിഞ്ഞിട്ടാണോ ഈ വൃത്തിയോടൊക്കെ നടക്കുന്നേ? എന്ത് വൃത്തിയോട്? പ്രൊഡ്യൂസറുടെ മുറിയിലേക്ക് എന്നെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയോ? പ്രതിഫലം സംസാരിക്കാനല്ല, അയാൾക്ക് വഴങ്ങി കൊടുക്കാനാ. അയ്യോ പ്രിയങ്ക, എനിക്കൊന്നും അറിയില്ലായിരുന്നു സത്യം. ആ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ഫ്രോഡുകളായിരുന്നു. അയാളുടെ കയ്യിൽ സിനിമ പിടിക്കാൻ പണമൊന്നും ഇല്ല. വിളിച്ചു വരുത്തുന്നവരോടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പണം ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നോട് ചോദിച്ചു 25 ലക്ഷം രൂപ. ആഹാ, എന്നാ പിന്നെ അത് അവന്മാരുടെ അടുത്തൊന്ന് ചോദിക്കണല്ലോ. ഞാൻ അവന്മാരുടെ തല തല്ലി തകർത്തിട്ടാ വന്നത്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയേ പറ്റൂ. പ്രിയങ്ക അമരം ചെയ്യില്ല. എന്താണോ? എന്താ വണ്ടി എടുക്കാൻ? പ്രിയങ്ക, അവിടെ കാര്യങ്ങൾ എന്തായി? ഈ നേരം വരെ നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോഴാണോ വിളിച്ച് ചോദിക്കുന്നേ? ഇവിടെ വിവാഹം കഴിഞ്ഞു. എങ്ങനെ? വരും രാധികയുടെ കഴുത്തിൽ താലി കെട്ടി. മണവാട്ടി ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. പുതിയ കല്യാണങ്ങളുടെ ആചാരമൊന്നും പറഞ്ഞ് മുഖം മൂടിയിട്ടാ ഞങ്ങൾ കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയത്. നീ എന്ത് ചെയ്യാ? ആ സിനിമാക്കാർ എന്നെ പറ്റിച്ചു.
അവരാരും ജെന്യുൻ പ്രൊഡ്യൂസേഴ്സ് ഒന്നും അല്ല. അതിനി നടക്കില്ല. നീ എന്ത് മണ്ടത്തരോ കാണിച്ചത്? വരുണിന്റെ ബന്ധുക്കളോട് സംസാരിച്ചപ്പോഴാ അയാളുടെ കുടുംബത്തിന്റെ ആസ്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായത്. എടി, അവരെത്ര വലിയ കോടീശ്വരന്മാരാന്ന് അറിയോ? വരുണിനെ വിവാഹം കഴിച്ച് ആ വീട്ടിലേക്ക് പോയിരുന്നെങ്കിലേ നിന്റെ ആഗ്രഹം തീർക്കാൻ വരുൺ തന്നെ നിന്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. ആ ഫോണിങ്ങിതാ. പ്രിയ, വരുണിന്റെ കൂടെയാണ് നിന്റെ ജീവിതമെങ്കിൽ ഇന്ത്യയിലെ ഏത് ഇൻഡസ്ട്രിയിലും നിനക്ക് അയാളെ കൊണ്ട് പടം പ്രൊഡ്യൂസ് ചെയ്യിക്കായിരുന്നു. നിന്റെ ആഗ്രഹം പോലെ നിനക്ക് വളരായിരുന്നു. വെറുതെ അയാളെ ഒന്ന് സ്നേഹിച്ചാൽ മാത്രം മതിയായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? നീ എത്രയും പെട്ടെന്ന് ഓഡിറ്റോറിയത്തിലേക്ക് എത്താൻ നോക്ക്. ഇതുവരെ രാധികയെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ആ പ്രിയെ, മുത്തശ്ശി വന്നിട്ടുണ്ട്. നീ മുത്തശ്ശിയോട് സംസാരിക്കും. തൃപ്തിയായില്ലേ നിനക്ക്? നിന്റെ പ്രവൃത്തി കാരണം എന്താ സംഭവിച്ചെന്നറിയാവോ? ഊരും പേരും ഇല്ലാത്ത അവളുടെ കഴുത്തില് കണിമംഗലത്ത് പയ്യന്റെ താലി വീണു. എന്നോട് ക്ഷമിക്കണം മുത്തശ്ശി. വിവാഹം ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നും അല്ല ഞാൻ പോകുന്നത്. അവരോട് വാക്ക് പറഞ്ഞതനുസരിച്ച് ഒരുപാട് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ആളുകളെയും കൂട്ടി വിവാഹ മണ്ഡപത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു. അച്ഛനെയും മുത്തശ്ശിയൊക്കെ അപമാനിക്കുമെന്നും പറഞ്ഞു. അതോർത്തപ്പോ ചെയ്തു പോയതാ. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. എത്രയും പെട്ടെന്ന് ആരുടെയും കണ്ണിൽ പെടാതെ ഇങ്ങോട്ടേക്ക് വരാൻ നോക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എനിക്ക് മുത്തശ്ശിയെ വിശ്വാസമാ, ദൈവത്തെക്കാൾ വിശ്വാസമാ. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇപ്പൊ തന്നെ വരാം. എടാ, ഞാൻ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ് എവിടെ? വണ്ടി പെട്ടെന്ന് വിട്. അതെ, പ്രിയങ്ക ഇപ്പൊ എത്തും. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവണം. ഒരാളെ പോലും ഈ മുറിയിലേക്ക് കയറ്റി വിടരുത്. മുത്തശ്ശി, എന്റെ പേരക്കുട്ടിക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റില്ല. പ്രിയങ്ക, ഞാൻ മണ്ഡപത്തിലേക്ക് വരുന്നില്ല. എന്നെ ആരെങ്കിലും കണ്ട പ്രശ്നമാവും. നീ ഒരു കാര്യം ചെയ്യും, വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്തോ. ഞാൻ മാറി നിൽക്കാം. എത്തിയോ? ഞാൻ മണ്ഡപത്തിന്റെ പുറകിലുള്ള കാർ പാർക്കിംഗിലെത്തി. ഒന്നും നോക്കണ്ട, ആരുടെയും കണ്ണിപ്പെടാതെ എങ്ങനെങ്കിലും ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്നാ മതി. ബാക്കിയെല്ലാം മുത്തശ്ശി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ.
എല്ലാവരുടെയും മുന്നില് ഇനി മുഖം മുഷിഞ്ഞ് നിൽക്കാൻ പറ്റില്ല. അതിനേക്കാളും നല്ലത് സന്തോഷമായിട്ട് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക. ആ വീട്ടിനകത്ത് അവളെ തീർക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. നീ വാ. എക്സ്ക്യൂസ് മീ. ലേഡീസ് വാഷ്റൂം എവിടെയാ? ആ. ജീവിതത്തിൽ ഇതൊക്കെയല്ലേ ഏറ്റവും വലിയ സന്തോഷം. മക്കളെ ഒരു നിലയിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് ഉള്ള കാലം ജീവിച്ചു തീർക്കാലോ. ആരുടെയും കണ്ണിൽ പെടാതെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. എത്ര നേരിട്ട് കാത്തിരിക്കുക. വാ, ശരി മാറും.